താങ്ക് ഗോഡ്, സ്തോത്രം. അറിയുമല്ലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന്. ഇപ്പോൾ നിങ്ങളൊരു പ്രശ്നത്തിലായെന്നിരിക്കട്ടെ. എന്താ അങ്ങനെയാണെന്നോ? ശരി, നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളേറെ വേദനിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാര്യം പ്രശ്നത്തിലായിപ്പോയല്ലോ. ഈ പ്രശ്നത്തിൽ നിന്ന് എപ്പോൾ എനിക്ക് പുറത്തു വരുവാൻ കഴിയും? ഈ രണ്ട് കാര്യങ്ങൾ മാറ്റിവെക്കുക. ഒപ്പം അതിനേക്കാൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളായിപ്പോയ പ്രശ്നത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ, നിങ്ങൾക്കൊപ്പം നിൽക്കുവാൻ ഒരാളില്ല. ആണേ, നിങ്ങൾ പ്രതീക്ഷയോടെ പല മുഖങ്ങളിലേക്കും നോക്കി. ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ കൈനീട്ടിത്തരും ഒരു സഹായ ഹസ്തത്തിനായി പ്രതീക്ഷിച്ച് പല മുഖങ്ങളിലേക്ക് നോക്കി. നിരാശയാണ് ഫലം. നിരാശയോടെ തലകുനിച്ചായിരിക്കുന്നു. ആ വേദന വലുതാണ്. ഒപ്പം നിൽക്കുവാൻ ആരുമില്ല, ചേർത്ത് പിടിക്കുവാൻ, ആശ്വസിപ്പിക്കുവാൻ, കൈതന്ന് പുറത്തു കൊണ്ടുവരുവാൻ ആളില്ല. ആമേൻ. പ്രശ്നമില്ലാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എന്നെ കേൾക്കുന്ന നിങ്ങൾക്കറിയാം, അത് നടക്കത്തില്ല. നടക്കൂ? കാരണം നമ്മൾ ജീവിക്കുന്ന ഈ ലോകം പ്രശ്ന സങ്കീർണമാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലയിൽ ഞാനും നിങ്ങളും നമുക്കൊപ്പമുള്ള എല്ലാവരും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകും. അത് പല നിലകളിലായിരിക്കാം. എൻ്റെ പ്രശ്നമായിരിക്കണമെന്നില്ല നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ പ്രശ്നമായിരിക്കണമെന്നില്ല നിങ്ങളുടെ ഒപ്പമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ അയൽക്കാരൻ്റെ, ബന്ധുവിൻ്റെ, അറിയുന്ന അറിയാത്ത അതെ അവരുടെ പ്രശ്നം. ഏതായാലും നമ്മളൊക്കെ പ്രശ്നത്തിലാണ്. അവിടെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്, ആരെങ്കിലും ഒപ്പം നിന്നിരുന്നെങ്കിൽ, ഈ അവസ്ഥയിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നിരുന്നു എങ്കിൽ ഒരു ബലമുള്ള കരം, ആ കരം നീട്ടി തരുവാൻ മനസ്സിലുള്ള ഒരു ഹൃദയം. പക്ഷേ സങ്കടം അതല്ലേ. ഞാൻ ഈ കഴിഞ്ഞ രാത്രി പ്രാർത്ഥനയോടെ ദൈവസേനയിലായിരിക്കുമ്പോഴും നിങ്ങൾ ഒത്തിരി പേരുടെ ആ സങ്കടം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറയുവാനായി തുടങ്ങി. ഒത്തിരി പേർ പ്രൈസർ ഫാമിലിയിലേക്ക് പ്രാർത്ഥന വിഷയം അറിയിക്കുവാൻ വിളിക്കുന്നവർ സങ്കടത്തോടെ പറയുന്ന കാര്യം നിങ്ങൾക്ക് എന്നോട് പറയാം. എനിക്കാരോട് പറയുവാൻ കഴിയും? ദൈവത്തോടല്ലാതെ. ദൈവസേനയിൽ നിങ്ങളുടെ പരാതി, നിങ്ങളുടെ ആ വേദന എൻ്റെ ഉള്ളിൽ സങ്കടമായി പൊങ്ങി വന്നു. ആ സങ്കടത്തിന് മറുപടിയില്ലാതെ പോകത്തില്ല. കാരണം ആ സങ്കടം കാണുന്ന, എൻ്റെ ആവലാതികൾ അറിയുന്ന, എനിക്ക് മറുപടി തരുന്ന ഒരുവനുണ്ട്. സർവശക്തനായ ദൈവം. നിങ്ങൾ പ്രതീക്ഷയോടെ നോക്കുന്ന നമ്മുടെ കർത്താവ്. ആ കർത്താവ് പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങി വന്നു. അവൻ എന്നോട് പറഞ്ഞു, ഇന്ന് അவ்விധത്തിൽ ആരും സഹായിക്കുവാനില്ലാത്തത് കൊണ്ട് തലകുനിച്ച് നിരാശയോടെ വേദനയോടെ ആയിരിക്കുന്ന നിങ്ങളോട് പറയുവാൻ, നിങ്ങൾ പ്രതീക്ഷിച്ച ഏറ്റവും വലിയ ആളെക്കാൾ, അതേ നിങ്ങൾ ആഗ്രഹിച്ച ഏറ്റവും ശക്തനായ സഹായിയേക്കാൾ ശ്രേഷ്ഠനായൊരുവൻ നിങ്ങളായിരിക്കുന്ന ആ പ്രശ്നത്തിനകത്ത് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുവാൻ പോകുന്നു. ഓ, താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദര, സഹോദരി, പ്രേമാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത്, അതെ ആ പ്രശ്നത്തിന് മധ്യത്തിൽ പലരിലേക്കും നിങ്ങൾ നോക്കി പ്രതീക്ഷയോടെ ഒത്തിരി പേരെ കണ്ടു. പക്ഷേ അവരുടെ മനസ്സലിഞ്ഞില്ല, അവരുടെ ബലമുള്ള കരങ്ങൾ നിങ്ങളിലേക്ക് നീട്ടപ്പെട്ടില്ല. ആ സ്ഥാനത്ത് മനസ്സലിവുള്ളവൻ, കരങ്ങൾക്ക് ബലമുള്ളവൻ നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ പ്രശ്നത്തിനകത്ത് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം, ദൈവദാസനെ അതങ്ങനെ വെറുതെ കർത്താവ് പറഞ്ഞു? ഇല്ല, വെറുതെയല്ല. വചനത്തിലൂടെ കർത്താവ് എന്നോട് സംസാരിച്ചു. ആ വചനം നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കട്ടെ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 25-ാമത്തെ വാക്യം. 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നതും ഞാൻ കാണുന്നു. അവർക്ക് ഒരു കേടും തട്ടിയിട്ടില്ല. 4-ാമൻ്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും അറിയാമെന്നുള്ള സംഭവം തന്നെ. അറിയാത്തവർക്കായി ചുരുക്കം വാക്കുകളിൽ പറയട്ടെ. ശദ്രക്, മേശക്, അബേദ്നെഗോ, ദാനിയേൽ എന്ന 4 യഹൂദ ബാലന്മാർ പ്രവാസത്തിൽ അഥവാ അടിമകളായി പിടിക്കപ്പെട്ട് ബാബേൽ സംസ്ഥാനത്ത് എത്തിച്ചേരുന്നു. അവിടെ അവർ ഒരു വലിയ പ്രശ്നത്തിലായിത്തീരുന്നു. ഇടയ്ക്ക് കുറച്ച് പറയുവാനുണ്ട്, വഴിയെ പറയേണ്ടതുകൊണ്ട് വിട്ടുകളയുന്നു. എരിയുന്ന തീച്ചൂളയിൽ അവരെ എടുത്തിടുവാൻ രാജാവ് കൽപ്പിക്കുന്നു. രാജകൽപ്പന കല്ലേൽ പിളർക്കും. അതുകൊണ്ട് തന്നെ ആ കൽപ്പന നടപ്പിലാക്കപ്പെടുന്നു. അവരെ എരിയുന്ന തീച്ചൂളയ്ക്കകത്ത് എടുത്തിടുന്നു. ശ്രദ്ധിക്കണമേ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നേരിടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം മുൻപിലുള്ളത് മരണം മാത്രം. അതേ, എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുമായിരിക്കുന്ന അതേ അവസ്ഥ തന്നെ. ഇനി മുമ്പിൽ മരണം മാത്രം. എൻ്റെ മുമ്പിൽ ജീവിതമില്ല, എനിക്ക് ജീവിക്കുവാൻ കഴിയത്തില്ല. ഈ ജോലി നഷ്ടപ്പെട്ടാൽ, ഈ വഴി അടഞ്ഞാൽ, ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞെങ്കിലും എനിക്കൊരു ജോലി കിട്ടിയില്ലെങ്കിൽ, അവിടെ നിന്ന് ആ കോൾ വന്നില്ലെങ്കിൽ, എൻ്റെ ഭർത്താവ് എനിക്കൊപ്പമില്ല എങ്കിൽ, എൻ്റെ ഭാര്യ മടങ്ങി വന്നില്ലെങ്കിൽ, മക്കളെയും കൊന്ന് ഞാനും ചാകും. മരണം മാത്രം. എൻ്റെ മക്കൾ ഇങ്ങനെ മുൻപോട്ട് പോയാൽ ഞാൻ ചത്തുകളയും, എനിക്ക് ജീവിക്കണ്ട.
അവരുടെ പോക്ക് അത് അവരെയും നശിപ്പിക്കും, എന്നെയും നശിപ്പിക്കും. ഈ രോഗം ഇങ്ങനെ നിന്നാൽ നിശ്ചയമായും ഞാൻ മരണത്തിലേക്ക് പോകും. എനിക്ക് ജീവിക്കുവാൻ, അധിക നാൾ ജീവിക്കുവാൻ കഴിയത്തില്ല. ഈ കടം എന്നെ ആത്മഹത്യ ചെയ്യിപ്പിക്കും. കടക്കാരനായി എനിക്ക് ജീവിക്കുവാൻ കഴിയത്തില്ല. ഈ മ്ലേച്ഛത, ഈ പാപം, ഈ ആത്മീയ അധംപതനം എന്നെ നിത്യമായ മരണത്തിലേക്ക് തള്ളിയിടും. മരണം മാത്രമല്ലാതെ എനിക്ക് മുമ്പിൽ മറ്റൊന്നുമില്ല. അതേ അവസ്ഥയിൽ തന്നെ മരണമാണ് മുൻപിൽ. തീച്ചൂള മുൻപിൽ മരണം. ആ മരണം അവരെ പുൽകാതിരിക്കുവാൻ തക്കവണ്ണം അവരായിരുന്ന ആ വലിയ പ്രശ്നത്തിന് മധ്യത്തിൽ അവരെ സഹായിക്കുവാൻ ആരുമില്ലാതിരുന്ന സ്ഥാനത്ത് സർവശക്തനായ ദൈവം അവർക്കൊപ്പം ഇറങ്ങി നിന്നു. അതേ ദൈവം സഹോദര സഹോദരി, നീ ആയിരിക്കുന്ന ആ സ്ഥാനത്ത് നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുകയാണ്. ജോലി ഇല്ലാത്തത് കൊണ്ട്, ജോലി സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉയരുന്നത് കൊണ്ട്, തക്ക സമയത്ത് ശമ്പളം കിട്ടാത്തത് കൊണ്ട്, ആ കാത്തിരിപ്പ് നീണ്ടുപോകുന്നത് കൊണ്ട് നീ നശിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. എൻ്റെ ദൈവം നിനക്കൊപ്പം ഇറങ്ങി നിൽക്കും. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ നീ കരയുന്ന, നിന്റെ കണ്ണുനീരിന് കാരണമായിരിക്കുന്ന, നിന്നെ നിരാശപ്പെടുത്തുന്ന, വേദനപ്പെടുത്തുന്ന ആ തൊഴിലിടത്ത് എൻ്റെ യേശു ഇറങ്ങി നിൽക്കുക. ഓ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. സഹോദരിയെ, നീ ആയിരിക്കുന്ന, കരഞ്ഞ് തളർന്നായിരിക്കുന്ന ആ സ്ഥാനത്ത് എൻ്റെ കർത്താവ് ഇറങ്ങി നിൽക്കുക. ആമേൻ. നിന്റെ കുടുംബജീവിതം തകർന്നു പോകാതിരിക്കുവാൻ ഒത്തിരി മുഖങ്ങളിലേക്ക് നീ പ്രതീക്ഷയോടെ നോക്കി. ആരെനിക്ക് വേണ്ടി എൻ്റെ ഭർത്താവിനോട് സംസാരിക്കും? ആരുമില്ല. നിന്റെ വീട്ടുകാർ പോലും ഒരുപക്ഷെ നിന്നെ മനസ്സിലാക്കി നിനക്കൊപ്പം നിൽക്കുവാൻ തയ്യാറാകുന്നില്ല. ഭർത്താവിൻ്റെ വീട്ടുകാരെ കുറിച്ചാണെങ്കിൽ പറയുകയും വേണ്ട. തകർന്നു പോകുന്നത് അവൻ്റെയും ജീവിതമാണെന്ന് തിരിച്ചറിയാതെ ഒത്തിരി അമ്മയപ്പന്മാർ, സഹോദരന്മാർ എരുതിയിൽ എണ്ണ കോരി ഒഴിക്കുകയാണ്. പ്രിയരെ, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. തകർന്നു പോകുന്ന ഓരോ കുടുംബവും സ്വർഗത്തിലെ കണ്ണുനീരാണ്. ആ കണ്ണുനീർ നിങ്ങളെ ഒഴുക്കിക്കളയും. അതേ, തകർത്ത് കളയുവാൻ എളുപ്പമാണ്, ചേർത്ത് പണിയുവാൻ പാടും. അതുകൊണ്ട് കുടുംബങ്ങൾക്കകത്ത് പ്രശ്നമുണ്ടാക്കുന്നവരായി നിങ്ങൾ മാറരുതേ. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും, എത്ര പ്രസംഗിച്ചാലും, എത്ര ആരാധിച്ചാലും, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ആ കണ്ണുനീർ നിങ്ങളെ ഒഴുക്കി കളയുന്നതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയത്തില്ല. നിങ്ങൾ ശാപത്തിന് ഇരയായി തീരരുത്. അങ്ങനെ നീ കരയുക സഹോദരി. ഇപ്പം നിൽക്കുവാൻ ആരുമില്ല, സഹായിക്കുവാൻ ആരുമില്ല. എൻ്റെ യേശുവപ്പൻ ഇറങ്ങി നിൽക്കുക. ആമേൻ. സഹോദര, എൻ്റെ യേശുവപ്പൻ ഇറങ്ങി നിൽക്കുക. നിന്നെ നിന്റെ ഭാര്യയും ചേർത്ത് നിർത്തുവാൻ, തകർന്നു പോകാതെ നിങ്ങളുടെ കുടുംബജീവിതത്തെ ചേർത്ത് നിർത്തുവാൻ, നിങ്ങളുടെ മക്കൾക്കൊപ്പം സന്തോഷമായി നിങ്ങളുടെ തകർച്ച കാണുവാൻ നോക്കിയിരിക്കുന്ന, ഇപ്പോൾ തകരുമെന്ന് നോക്കിയിരിക്കുന്നവരുടെ മധ്യേ നിങ്ങൾ സന്തോഷമായി ജീവിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ ചേർത്ത് നിർത്തുവാൻ എൻ്റെ യേശു ഇറങ്ങി വരിക. ആ പ്രശ്നത്തിനകത്ത് നിനക്ക് വേണ്ടി എൻ്റെ യേശു ഇറങ്ങി വരിക. ആ കോടതിക്കകത്ത് എൻ്റെ യേശു ഇറങ്ങി വരിക. നിനക്ക് നീതി ലഭിക്കുവാൻ തക്കവണ്ണം അനീതിയായത് മാത്രം ആൾക്കൂട്ടത്തെ പ്രതി നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. അവർക്ക് ആൾബലമുള്ളത് കൊണ്ട്, അവർക്ക് പണബലമുള്ളത് കൊണ്ട്, വാദിക്കുവാൻ നല്ല വക്കീലിന് ഏർപ്പാടാക്കുവാൻ കഴിയുമെന്നുള്ളത് കൊണ്ട്, അവർ പറയുന്നതെല്ലാം സത്യമാണെന്ന് സ്ഥാപിച്ച് അവർ മുന്നേറുമ്പോൾ അനീതിയായത് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. സഹോദരി, നീ ഒഴിവാക്കപ്പെടും. സഹോദര, നീ ഒഴിവാക്കപ്പെടും. നിനക്ക് അർഹതപ്പെട്ടത്, അതേ, നിന്റെ അധ്വാനത്തിൻ്റെ ഫലം നിന്റെ കരങ്ങളിൽ ലഭിക്കാതെ നീ പിന്തള്ളപ്പെടുമെന്ന് ഭാരപ്പെട്ടായിരിക്കുന്നു. കേൾക്ക്, നിനക്ക് വേണ്ടി കോടതിക്കകത്ത് സാക്ഷാൽ ദൈവം ഇറങ്ങി നിൽക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ നീ പ്രതീക്ഷയോടെ നോക്കിയ പല മുഖങ്ങളും തിരിക്കപ്പെട്ടു. നീട്ടപ്പെടുമെന്ന് കരുതിയ പല കരങ്ങളും മടക്കപ്പെട്ടു. എന്നാൽ കേൾക്കണമേ, നിന്റെ കണ്ണുനീർ കണ്ട് മനസ്സലിഞ്ഞൊരു കർത്താവ് നിനക്ക് വേണ്ടി ആ കോടതിക്കകത്ത് ഇറങ്ങി വരുവാൻ പോകുക. ആ കേസിന് തീർപ്പുണ്ടാക്കുവാൻ പോകുക. ആ കള്ളക്കേസിൽ നിന്ന്, ഓ സ്തോത്രം, ആ ഫാബ്രിക്കേറ്റ് ചെയ്യപ്പെട്ട ആ കേസിൽ നിന്ന്, കെട്ടി ചമയ്ക്കപ്പെട്ട കേസിൽ നിന്ന് മാതാവേ, പിതാവേ, നിന്റെ തലമുറ പുറത്തു വരുവാൻ പോകുക. അവൻ്റെ സൃഷ്ട ജീവിതം ജയിലിലാക്കി തീർക്കുമെന്ന്, അത് ജയിലിലായി തീരുമെന്ന് നീ ഭയപ്പെടുന്നുണ്ട്. അതെ, ആ കേസിനെ പൊളിക്കുവാൻ യേശു ഇറങ്ങി വരിക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ആ കള്ള സാക്ഷിക്കാരെ നേരിടുവാൻ, ആ കള്ളന്മാരെ നേരിടുവാൻ എൻ്റെ യേശു നിനക്ക് വേണ്ടി ഇറങ്ങി വരിക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. എന്താ അങ്ങനെ ആരെങ്കിലും പോരാ. സഹോദരിക്ക് ഭയങ്കര കണ്ണുനീരാ. ദൈവദാസനെ, എൻ്റെ ഭർത്താവ് തന്നെ എനിക്കൊപ്പം നിൽക്കണം, എൻ്റെ പ്രിയപ്പെട്ടവർ തന്നെ എനിക്കൊപ്പം നിൽക്കണം, അല്ലെങ്കിൽ ഞാൻ ഈ കരഞ്ഞ കണ്ണുനീരൊക്കെ വെറുതെ ആയിത്തീരും. അതേ, എൻ്റെ യേശു നിൻ്റെ പ്രശ്നത്തിൽ ഇടപെടുന്നു.
അർത്ഥം നിനക്ക് വേണ്ടി നിനക്കൊപ്പം നിൽക്കേണ്ടവർ നിൽക്കും. നോക്കൂ, വാഗ്ദത്തത്തിലേക്ക് നടന്നു കയറുന്ന നമ്മുടെ ദാവീദിൻ്റെ ചരിത്രം ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ മധ്യഭാഗത്ത് നിന്ന് തുടങ്ങുന്നു. 16-ാം അധ്യായം മുതൽ 1-ാമത്തെ പുസ്തകം വാഗ്ദത്തത്തിലേക്ക് ചെല്ലുന്നു. വാഗ്ദത്തത്തെ കവർന്നെടുക്കുവാൻ അത് വിട്ടുകൊടുക്കത്തില്ല എന്ന് അവകാശം പറയുന്ന ശൗലിനൊപ്പമുള്ളവരും തികച്ചും ഒറ്റപ്പെട്ടു പോകുന്ന ദാവീദ് തൻ്റെ പിതാവില്ല, തൻ്റെ സഹോദരങ്ങളില്ല, താൻ പ്രാപിച്ചെടുക്കേണ്ട തൻ്റെ സിംഹാസനം അതിനുമേൽ അവകാശം പറഞ്ഞ് വിട്ടുതരത്തില്ലെന്ന്, ആ സീറ്റ് വിട്ടുതരത്തില്ലെന്ന്, അതാ പ്രശ്നം, ആ സ്ഥാനം വിട്ടുതരത്തില്ലെന്ന്. അങ്ങനെ നീ വന്നു കയറി ഇവിടെ വലിയ ആളാവണ്ടെന്ന് ആ പ്രശ്നം. എൻ്റെ മകൻ ഇതുവരെ ഞാൻ പറഞ്ഞതുപോലെ ഇനിയും കേട്ടാൽ മതി, സ്ഥാനം വിട്ടുതരത്തില്ല, ആ ജോലി നിനക്ക് ആ സ്ഥാനം വിട്ടുതരത്തില്ലെന്ന് പറഞ്ഞ് ചിലരിങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക. ഓ സ്തോത്രം, ആമേൻ ആമേൻ. ചിലരെയൊക്കെ മാറ്റി എൻ്റെ കർത്താവ് നിൻ്റെ സ്ഥാനത്തെ ഉറപ്പിക്കുവാൻ പോകുക. ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ സ്ഥാനത്തെ കർത്താവ് ഉറപ്പിക്കുവാൻ പോകുക. യെസ്, ആമേൻ ആമേൻ. ചിലർ അവകാശം പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ സ്ഥാനത്തെ എൻ്റെ കർത്താവ് ഉറപ്പിക്കുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. മാധവി, നിങ്ങളുടെ മക്കളെ ആ സ്ഥാനത്ത് എൻ്റെ കർത്താവ് ഉറപ്പിക്കുവാൻ പോകുക. വാഗ്ദത്തമായി നീ കേട്ട ആ സ്ഥാനത്ത്, ആ രാജ്യത്ത് ആ ജോലി നൽകി, ആ കോളേജിൽ ആ കോഴ്സിന് അഡ്മിഷൻ നൽകി യേശുവിൻ നാമത്തിൽ അവരെ ഉറപ്പിക്കുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. അപ്പോൾ അങ്ങനെ കസേരയെ പിടിച്ചു വെച്ചുകൊണ്ട് ശൗല് ഒറ്റപ്പെട്ടു പോയി. പക്ഷേ അവൻ തകർന്നു പോകാതിരിക്കുവാൻ ശൗലിൻ്റെ മകനായ യോനാഥാൻ്റെ ഹൃദയം ദാവീദിൻ്റെ ഹൃദയത്തോട് പറ്റിച്ചേർന്നു. ഒരുത്തനെ ദൈവം ദാവീദിന് വേണ്ടി എഴുന്നേൽപ്പിച്ചു. നിനക്കൊപ്പം നിൽക്കുവാൻ എൻ്റെ കർത്താവ് ചിലരെ എഴുന്നേൽപ്പിക്കും. ഓ താങ്ക് ഗോഡ്. നീ ആഗ്രഹിക്കുന്നത് ആരെയാണോ അവരെ തന്നെ എൻ്റെ കർത്താവ് നിനക്കൊപ്പം ചേർത്തു നിർത്തും. ഓ താങ്ക് ഗോഡ്. യെസ്, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ചിലരെ നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുക. നീ ഒറ്റയ്ക്കായിരിക്കുന്നത് നന്നല്ല എന്ന് എൻ്റെ കർത്താവിന് നല്ലതുപോലെ അറിയാം. ആമേൻ. അവൻ തക്ക തുണയായി മാറുക. മാധവി, നിൻ്റെ മക്കൾക്ക് തക്ക പങ്കാളികളെ ലഭിക്കുക. അവർ ഒറ്റയ്ക്കായിരിക്കുന്നത് നന്നല്ല, അത് നിനക്കറിയാം. വയസ്സേറെയായിരിക്കുന്നു, നല്ല ജോലിയുണ്ട്, ആ രാജ്യത്താ, അയ്യോ പേര് വരുമ്പോൾ പ്രശസ്തിയുള്ള നാട്ടുകാർക്കൊക്കെ പറയാൻ മാത്രമേ ഉള്ളൂ, അയ്യോ അവളുടെ കുടുംബവും മക്കളും എല്ലാം രക്ഷപ്പെട്ടു. നീ കരയുക അകത്ത് മക്കളെക്കുറിച്ച് ഓർത്ത്. മക്കളെ വിഴുങ്ങുന്ന രാജ്യം, ആ യൂറോപ്യൻ രാജ്യം തലമുറകളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുക. യേശുവിൻ നാമത്തിൽ അവിടെ നിൻ്റെ മക്കൾക്ക് തക്ക തുണയെ നൽകി കർത്താവ് മാനിക്കുവാൻ പോകുക. അനുഗ്രഹിക്കപ്പെട്ട വിവാഹബന്ധങ്ങൾ നടക്കുവാൻ പോകുക. വിവാഹബന്ധങ്ങൾ നടക്കാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ പ്രാർത്ഥിക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. ആ പ്രശ്നത്തിന് മധ്യത്തിൽ, നിങ്ങളുടെ തലമുറകളായിരിക്കുന്ന ആ പ്രശ്നത്തിന് മധ്യത്തിൽ പഠിച്ചതുപോലെ എക്സാം എഴുതി നല്ല റിസൾട്ട് ഉണ്ടാക്കുവാൻ കഴിയുന്നില്ല. അതേ ആ പ്രശ്നത്തിന് മധ്യത്തിൽ യേശു ഇറങ്ങി നിൽക്കുക, കരം പിടിച്ചു നടത്തുക ജയത്തിലേക്ക്. യെസ്, യേശുവിൻ നാമത്തിൽ അവർക്ക് മുമ്പിൽ വാതിലുകൾ തുറന്നു കൊടുക്കുവാൻ തക്കവണ്ണം ശക്തനായ കർത്താവ്. ചിലർ ഇല്ലാത്തത് കൊണ്ട്, ചിലർ ഒപ്പം ഇല്ലാത്തത് കൊണ്ട് എൻ്റെ മക്കളുടെ ജീവിതത്തിൽ നല്ലതൊന്നും സംഭവിക്കുന്നില്ല. വിഷമിച്ച് ഭാരപ്പെട്ട് നീ ആയിരിക്കുക. കേൾക്ക്, കർത്താവ് നിനക്കൊപ്പം നിൽക്കും. നല്ലത്, സ്തോത്രം, നീ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള നല്ലത് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. അവൻ ആ ആശുപത്രിക്കകത്ത് എൻ്റെ കർത്താവ് ഇറങ്ങി നിൽക്കും. മരുന്നിനും വൈദ്യനും ചെയ്യുവാൻ കഴിയാത്തത്, ഓ ആമേൻ, നീ സൗഖ്യമാകുക. യെസ്, യേശുവിൻ നാമത്തിൽ നീണ്ട വർഷങ്ങളായുള്ള രോഗിയായുള്ള നിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി കർത്താവ് ഇറങ്ങി നിൽക്കുക. ആമേൻ, സ്തോത്രം. നിന്നെന്ന അപമാനമെന്ന ആളിക്കത്തുന്ന കടമെന്ന തീച്ചൂളയിൽ നീ വെന്തു പോകാതിരിക്കുവാൻ കർത്താവ് അതിനൊപ്പം ഇറങ്ങി നിൽക്കുക. സ്തോത്രം. തീച്ചൂളയിലേക്ക് ശദ്രകനും മേശകനും അബേദ്നെഗോവിനെ ഇടുവാൻ കാരണമായി തീർന്ന പലരുടെയും വാക്ക് കേട്ട് പലരുടെയും വാക്ക് കേട്ടിട്ടാ പലരും നിങ്ങൾക്കെതിരെ തിരിയുന്നേ. അയാൾ ചോദിക്കുക, അവരവിടെ ഉണ്ടോ? മറുപടി കിട്ടുക, അവർ മാത്രമല്ല, വേറെ ഒരുത്തനും കൂടെയുണ്ട്. ആമേൻ. നിന്നെ പ്രശ്നത്തിലാക്കിയവർ, അവർക്കറിയാം. സഹോദര, ആ ജോലി സ്ഥലത്ത് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സഹോദരി, നീ വീട്ടിനകത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല. മക്കളെ, നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ പലരും ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എഗെയിൻസ്റ്റായിട്ട് ഒരു തീരുമാനമെടുക്കേണ്ടി വന്നു. ആ കോളേജിൽ, ആ സ്കൂളിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങളുടെ ഭവനത്തിനകത്ത് അവർ കാണുകയെ മറ്റു ചിലർ പറയുവാൻ പോകുക, നീ മനുഷ്യരെ ഭയന്നെടുത്ത തീരുമാനത്തിന് ഭക്തനെ തൊടുവാൻ കഴിഞ്ഞിട്ടില്ല. യെസ്, യേശുവിൻ നാമത്തിൽ നിങ്ങൾക്ക് വിരോധമായി തീരുമാനമെടുത്ത ചിലർ
മനുഷ്യരെ ഭയന്ന്, ആൾക്കൂട്ടത്തെ ഭയന്ന് തീരുമാനമെടുത്ത ചിലർ കേൾക്കുവാൻ പോകുക. നീ മനുഷ്യരെ ഭയന്നെടുത്ത തീരുമാനത്തിന് കർത്താവിൻ്റെ ഭക്തന്മാരെ തൊടുവാൻ കഴിയത്തില്ല, നിന്നെ തൊടുവാൻ കഴിയത്തില്ല. ആ തീരുമാനത്തിന് നിന്നെ തൊടുവാൻ കഴിയത്തില്ല. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? ഇതെങ്ങനെ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും? അതാണ് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. നോക്കൂ, ഈ തീച്ചൂളയിലേക്ക് പോകുന്നതിന് മുമ്പ് ശദ്രകനും മേശകനും അബേദ്നെഗോവിനും ഒരു ജീവിതമുണ്ട്. എനിക്കും നിങ്ങൾക്കും നമ്മൾ പ്രശ്നങ്ങളിലാകുന്നതിന് മുമ്പേ ഒരു ജീവിതമുണ്ട്. അവിടെ നാം ചെയ്തു വയ്ക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട്. ഉച്ചയ്ക്ക് വിശക്കും, അറിവുള്ളവൻ നേരത്തെ ആഹാരമുണ്ടാക്കി വയ്ക്കും. എങ്കിൽ ഉച്ചയ്ക്ക് ഞമ്മെന്ന് വിശപ്പ് അകത്തുനിന്ന് തീ മഴ പെയ്യ്ക്കുന്നതിന് മുമ്പേ കഴിക്കുവാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ദൈവം ഇറങ്ങി വരുവാൻ തക്കവണ്ണം അവരെ പ്രാപ്തരാക്കിയത് ഒരു നോയാണ്. നോ മീൻസ് വേണ്ട വേണ്ട. നമ്മളൊക്കെ വേണം വേണം വേണം, എന്ത് കിട്ടിയാലും ഇത് വേണം, ഇവിടെ ഇതിൻ്റെ ആൾക്കാരാ. എന്നാൽ പ്രിയരെ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ വേണം വേണം മീൻസ് അല്ലെങ്കിൽ യെസ് എന്ന് പറയുന്നതിനേക്കാൾ നോ എന്ന് പറയുവാൻ പഠിച്ചിരിക്കണം. ഇവിടെ നോക്കൂ, ശദ്രകും മേശകും അബേദ്നെഗോവും 1-ാം അധ്യായത്തിലേക്ക്, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. അവർ പ്രവാസത്തിലായിരിക്കുന്നു. മീൻസ് അവർ അടിമകളായി അവരുടെ സ്വന്തം രാജ്യത്തു നിന്ന് പിടിക്കപ്പെട്ട് ബാബേലിലേക്ക് കൊണ്ടുവരപ്പെട്ടിരിക്കുന്നു. അവിടെ അവർക്ക് പ്രതീക്ഷിക്കാത്ത സ്ഥാനം കിട്ടുന്നു. അവർക്ക് രാജാവ് കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഓഹരിയും വീഞ്ഞും കുടിക്കുവാൻ കിട്ടുന്നു. നോക്കൂ, അവിടെ അവർ നോ പറയുവാൻ തയ്യാറായി. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, അവർ യഹൂദന്മാരായതുകൊണ്ട് അവർക്ക് വീഞ്ഞ് കുടിച്ചുകൂടാ. ഉണ്ടോ? അവൻ്റെ പാനീയമാണ് വീഞ്ഞ്. വീഞ്ഞല്ല വിഷയം. ആമേൻ. ആഹാരമല്ല വിഷയം. രാജാവ് കഴിക്കുന്ന ആഹാരം ഭക്തൻ കഴിച്ചുകൂടാ, അല്ലെങ്കിൽ യഹൂദന്മാർ കഴിച്ചുകൂടാ, അങ്ങനെയൊന്നുമില്ല. അവർക്കൊരു തീരുമാനമുണ്ട്. ആമേൻ. സ്തോത്രം. നിങ്ങളിലേക്ക് തന്നെ ഒന്ന് നോക്കിയേ. വിശ്വാസികളായിരിക്കുന്ന നിങ്ങൾക്ക് ഒത്തിരി തീരുമാനങ്ങളുണ്ട്. ഒരു തീരുമാനമല്ലല്ലോ, ഒത്തിരി തീരുമാനങ്ങളുണ്ട്. ആത്മീയ ജീവിതത്തിൽ നിന്ന് തന്നെ തുടങ്ങാൻ എത്രയോ തവണ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇനി മുതൽ ഞാൻ രാവിലെ പ്രാർത്ഥിക്കും, ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കും, രാത്രി പ്രാർത്ഥിക്കും. ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും. ഞാൻ ഉപവസിക്കും. ഞാൻ കർത്താവിന് വേണ്ടി ഇന്നത് ചെയ്യും. എനിക്ക് ശമ്പളം കിട്ടുമ്പോൾ അതിൽ നിന്ന് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി മാറ്റിവെക്കും. എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ കർത്താവിന് വേണ്ടി ഞാൻ പ്രയോജനപ്പെടും. എൻ്റെ മക്കളെ ദൈവമുള്ളവരായി വളർത്തും. അത് പറഞ്ഞപ്പം പലർക്കും അങ്ങനെ തന്നെ ദൈവദാസനെ വളർത്തുന്നേ, എന്നിട്ടാ ഞായറാഴ്ച സൺഡേ സ്കൂളിന് വിടാതെ എൻട്രൻസിന് വിടുന്നേ. നല്ലതാ, നിങ്ങളുടെ മക്കൾ നടക്കട്ടെ. പക്ഷെ തീരുമാനം എന്തായിരുന്നു? നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ. പക്ഷേ ദൈവസന്നിധിയിൽ നിങ്ങളെടുക്കുന്ന തീരുമാനം കുറേ കഴിയുമ്പോൾ, സാഹചര്യം മാറുമ്പോൾ, അവസ്ഥ മാറുമ്പോൾ നമ്മൾ വിചാരിക്കും, അല്ലേ, ഇനിയിപ്പോൾ ആ തീരുമാനത്തിനൊക്കെ എന്ത് പ്രസക്തിയാണുള്ളത്? കാലമൊക്കെ കഴിഞ്ഞില്ലേ? അന്ന് ജോലിയിലായിരുന്നു, തീരുമാനം എടുത്തു, ശമ്പളം കിട്ടിയ ദശാംശം കൊടുക്കാമെന്ന്. ഇപ്പോൾ ജോലി കിട്ടി, ഇനിയിപ്പോൾ പിന്നെ ആവശ്യങ്ങൾ കൂടുകയാണ്. ആമേൻ. അല്ലേ? ജോലി ഇല്ലാതിരുന്നപ്പോൾ ദശാംശം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമല്ല. പക്ഷെ ജോലി കിട്ടിയപ്പോൾ ആവശ്യങ്ങൾ ഒരുപാടങ്ങ് കൂടി, പിന്നെ എങ്ങനെ കൊടുക്കാൻ പറ്റും? ആമേൻ. ജോലി ഇല്ലാതെ നടന്നപ്പോൾ കരച്ചിലോട് കരച്ചില്ല, കർത്താവേ പള്ളിയിൽ പോലും വരാൻ പറ്റുന്നില്ല. ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഞായറാഴ്ച രാവിലെ പള്ളിയിലെങ്കിലും വരാൻ പറ്റുമായിരുന്നു. അല്ലേ? ജോലി കിട്ടിയപ്പോൾ തിരക്കാ, ഞായറാഴ്ച കൂടെ ചെയ്താലേ. പിന്നെ സാഹചര്യമൊക്കെ അങ്ങ് മാറിയില്ലേ? പലതും ഇല്ലായിരുന്നപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഒരു കുറവുമില്ല, പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പലതും ആയപ്പോൾ ഇനിയിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആര് ചെയ്യും? നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ, ദൈവസന്നിധിയിൽ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ, എത്രയോ എണ്ണം നോ പറയാൻ മടിച്ചതുകൊണ്ട് തെറ്റിപ്പോയി. അല്ലേ സഹോദര? ആ ഗ്ലാസ് നീട്ടപ്പെട്ടപ്പോൾ അറിയാം നിനക്ക് തെറ്റാണ്, ഞാനിത് ചെയ്യാൻ പാടില്ല, ഞാനൊരു ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ ദൈവത്തിൻ്റെ മകളാണ്, ഞാനിത് കുടിക്കാൻ പാടില്ല, ഞാൻ വലിക്കാൻ പാടില്ല, ഞാൻ മറ്റുള്ളവരെക്കുറിച്ച് മോശമായിട്ട് പറയുവാൻ പാടില്ല, എൻ്റെ വാക്കുകൾ ആരെയും മുറിപ്പെടുത്തുവാൻ പാടില്ല,
എൻ്റെ വാക്കുകൾ ആശ്വാസമായി മാറുവാനുള്ളതാണ്. എൻ്റെ നാവ് സ്തുതിയും സ്തോത്രവും ഉയർത്തുവാനുള്ളതാണ്. അറിയാം, എങ്കിലും പലരും നിർബന്ധിച്ചപ്പോൾ അങ്ങ് കൂടി. ആമേൻ. വീഞ്ഞല്ലേ ഇവിടെ കിട്ടാൻ ഒരു സാധ്യതയില്ലാത്തതാണ്. ആർക്ക്? അടിമക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത സാധനമാണ്, പക്ഷേ കിട്ടി. അപ്പം പിന്നെ സ്തോത്രം പറഞ്ഞ് അങ്ങ് കുടിച്ച് കളയാം. ആമേൻ. രാജാവിൻ്റെ ഭക്ഷണം ആർക്ക് കിട്ടും? ഞങ്ങളുടെ ഭാഗ്യമാണ്. തിന്നേക്കാം. എടുത്ത തീരുമാനം. പ്രിയരെ, നിങ്ങൾ ദൈവസന്നിധിയിൽ എടുക്കുന്ന തീരുമാനത്തിൽ നിന്ന് നിങ്ങളെ പിന്മാറ്റുവാനായി കടന്നു വരുന്ന എല്ലാവരോടും, ഏത് സാഹചര്യങ്ങളോടും ഒരു മടിയും കൂടാതെ നോ പറയുവാൻ നിങ്ങൾ തയ്യാറാകുക. ദൈവത്തിൽ നിന്നും, ദൈവസന്നിധിയിലെടുത്ത നിങ്ങളെടുത്ത തീരുമാനങ്ങളിൽ നിന്നും നിങ്ങളെ പിന്മാറ്റിക്കളയുന്ന എന്തിനോടും മടി കൂടാതെ നോ എന്ന് പറയുക. ഞാനൊരു ദൈവ പൈതലായതുകൊണ്ട്, ഞാൻ യേശുവപ്പൻ്റെ മോനായതുകൊണ്ട്, മോളായതുകൊണ്ട് ഞാൻ കുടിക്കില്ല, ഞാൻ വലിക്കില്ല, ഞാനത് ചെയ്യില്ല, ഞാൻ അങ്ങനെ പറയത്തില്ല, എനിക്ക് അവരുടെ കാര്യങ്ങളിൽ ഇടപെടേണ്ട കാര്യമില്ല. ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകും, ഞാൻ ആരാധിക്കും, ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ കർത്താവിന് വേണ്ടി ചെയ്യും, ഞാൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും, ഞാൻ കർത്താവിൻ്റെ നാമം ഉയരുന്ന ഒരു ജീവിതമുള്ളവനായി ഇരിക്കും. തീരുമാനം റെഡിയാണോ? അതിന് തടസ്സമായി നിൽക്കുന്ന നിങ്ങളുടെ തീരുമാനങ്ങളിൽ നിന്ന് നിങ്ങളെ മാറ്റിക്കളയുവാൻ കടന്നു വരുന്ന എല്ലാത്തിനോടും നോ പറയുവാൻ. അങ്ങനെ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ദാനിയേലും നോ പറഞ്ഞു. ഫലമെന്താണ്? അവരായ തീച്ചൂളയ്ക്കകത്ത് ദൈവം ഇറങ്ങി നിന്നു. ആമേൻ. ദൈവം ഇറങ്ങേണ്ടടുത്ത് ദൈവം ഇറക്കും, ദൈവം ഇറങ്ങേണ്ടടുത്ത് ദൈവം ഇറങ്ങും. ഇനി 6-ാം അധ്യായത്തിലേക്ക് വന്നാൽ അവിടെ ദാനിയേൽ ഒപ്പമുള്ള ഭക്തൻ സിംഹക്കുഴിയിലാവുകയാണ്. അവിടെ ദൈവം തൻ്റെ ദൂതനെ അയച്ചു. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, ദൈവദാസനെ, അവിടെ ഒരു മനുഷ്യനെ, എവിടെ ഉള്ളൊരു മനുഷ്യൻ തന്നെ പേടിച്ചാൽ സിംഹത്തിൻ്റെ അകത്ത് പോകുന്നേ. അപ്പോൾ അവിടെ ദൂതൻ തന്നെ പോകണം. എവിടെ, ആരെ നിനക്ക് വേണ്ടി അയക്കണമെന്ന് ദൈവത്തിന് അറിയാം. വ്യക്തികളെ അയക്കേണ്ടടുത്ത് വ്യക്തികളെ അയക്കും, ദൂതനെ അയക്കേണ്ടടുത്ത് ദൂതനെ അയക്കും. അവൻ ഇറങ്ങി വരേണ്ടടുത്ത് അവൻ ഇറങ്ങി വരും. യെസ്, യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് ഇറങ്ങി വരിക. ഓ താങ്ക് ഗോഡ്. ആ ബാങ്കിൽ നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ കർത്താവ് ദൂതന്മാരെ അയക്കുക. ആ ലോണ് കിട്ടുവാൻ, കാലാവധി നീട്ടിക്കിട്ടുവാൻ, കുറച്ച് ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ. യെസ്, ആമേൻ, ആമേൻ. യേശുവിൻ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ചിലർ നിനക്കൊപ്പം ചേർന്ന് നിൽക്കുവാൻ കർത്താവ് ചിലരെ നിനക്ക് വേണ്ടി അയക്കും. നിന്റെ പ്രശ്നത്തിന് മധ്യത്തിൽ അയക്കേണ്ടവരയക്കും. അത് മനുഷ്യനാണെങ്കിലും ദൂതനാണെങ്കിലും ദൈവം തന്നെയാണെങ്കിലും അവൻ കടന്നു വരും. അയക്കേണ്ടവരയക്കും, അല്ലെങ്കിൽ അവൻ കടന്നു വരും. എപ്പോഴാ? നിങ്ങളുടെ തീരുമാനങ്ങളിൽ, ദൈവസന്നിധിയിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുമ്പോൾ. പ്രിയരെ, ഇതൊരു ചെറിയ കാര്യമല്ല. നിങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനം അത് നിങ്ങളുടെ ബാധ്യതയാണ്. ജീവകാലം മുഴുവനും അത് നിവർത്തിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. പ്രതിജ്ഞാലംഘനം, സ്തോത്രം, പ്രതിജ്ഞാലംഘനം ഈ ലോകത്തിലാണെങ്കിൽ നിങ്ങളെ ജയിലിലാക്കും, വലിയ ശിക്ഷയ്ക്ക് നിങ്ങളെ ആളാക്കി മാറ്റും. സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിലാണെങ്കിൽ അതിലും എത്രയോ വലിയ നിലയിൽ നിങ്ങൾ ബാധിക്കപ്പെട്ടേക്കാം. നിങ്ങളുടെ തീരുമാനങ്ങളിൽ, ദൈവസന്നിധിയിൽ നിങ്ങളെടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക. അതിൽ നിന്ന് നിങ്ങളെ പിന്മാറ്റി കൊണ്ടുപോകുവാൻ വരുന്ന എന്തിനോടും മക്കളെ നോ പറയുക. സഹോദരങ്ങളെ, മാതാവേ, പിതാവേ, നോ പറയുക. നോ 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 എന്ന് പറയുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രശ്നത്തിന് മധ്യത്തിൽ ഇറങ്ങി നിൽക്കും. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസ് ഓഫ് ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പം ഉണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാവുന്നേ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും. എല്ലാ മാസത്തിൻ്റെയും അവസാന ദിവസങ്ങളിൽ പ്രൈസ് ഓഫ് ഫാമിലിയിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾക്കും പങ്കുചേരുവാൻ, നിങ്ങളുടേത് മാത്രമായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥന, ഉപവാസം ക്രമീകരിക്കുവാൻ അവസരമുണ്ട്. അതിനായും കോൺടാക്ട് ചെയ്യുക. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ പ്രൈസ് ഓഫ് ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. ഒരു ആരാധനയ്ക്ക് നിങ്ങൾക്ക് കടന്നു പോകുവാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ ജോയിൻ ചെയ്യാം പ്രൈസ് ഓഫ് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. അല്ല, നിങ്ങൾ പോകുന്നില്ലെങ്കിൽ ധൈര്യമായി പ്രൈസ് ഓഫ് ഫാമിലിയിലേക്ക് കടന്നു വരിക.
എല്ലാ വെള്ളിയാഴ്ചയും 11 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി പ്രൈസർ ഫാമിലി നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കടന്നു വരിക. കണ്ണടച്ചോ. ഞങ്ങളുടെ വിശ്വാസ കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹിതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പ്രതീക്ഷയോടെ പ്രിയപ്പെട്ടവരായിരിക്കുന്ന പല പ്രശ്നങ്ങളുടെ മധ്യത്തിൽ പലരിലേക്കും നോക്കി നീട്ടപ്പെടേണ്ട കരങ്ങൾ മടങ്ങിയും അലിയേണ്ട ഹൃദയങ്ങൾ കഠിനമായും ഇരിക്കുമ്പോൾ അപ്പാ ഇവർക്ക് വേണ്ടി അങ്ങിറങ്ങി വരേണമേ. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ അങ്ങിറങ്ങി നിൽക്കണമേ. ജോലി സംബന്ധമായി ഭാരപ്പെട്ടായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങ് കൂടിരുന്ന് ജോലി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളെയും അങ്ങ് പരിഹരിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട ജോലികളെ ഇവർക്ക് നൽകണമേ. ജോലി മേലുള്ള വെല്ലുവിളികൾ മാറിപ്പോകട്ടെ. തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. തൊഴിലിടത്തിൽ നന്മയുണ്ടാകട്ടെ. വർധനവുണ്ടാകട്ടെ. എല്ലാ ഞെരുക്കങ്ങളും മാറിപ്പോകട്ടെ. എല്ലാ ശൂന്യതകളും മാറട്ടെ. നിറവ് വെളിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ അപ്പനങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ്, രോഗികൾക്ക് വേണ്ടി അങ്ങ് ഇറങ്ങി നിൽക്കണമേ. പ്രാർത്ഥിച്ചാട്ടെ. ആശുപത്രിയിൽ കർത്താവ് ഇറങ്ങി വരികയാണ്. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരം ഓപ്പറേഷൻ തിയേറ്ററിനകത്ത്, ICU വാർഡിനകത്ത് യേശുവിൻ നാമത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ കിടക്കുന്ന ആ കുഞ്ഞിനെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കിയ കർത്താവ് അതങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി അമേൻ. പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ രോഗബന്ധനങ്ങളെയും കർത്താവ് അഴിക്കുക. അപ്പൻ ഇറങ്ങി വന്ന് രോഗികളെ തൊട്ട് സൗഖ്യമാക്കിയ. സ്തോത്രം, സ്തോത്രം. ആ ബ്ലീഡിങ്ങുകൾ നിൽക്കുക. സ്തോത്രം, സ്തോത്രം. ഉദര സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകുക. യേശുവിൻ ജോയിൻറ്റ് പെയിൻ മാറുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കുക. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. അവരുടെ വിദ്യാഭ്യാസം, ഈ ദിവസങ്ങളിൽ എക്സാമുകൾ എഴുതുന്ന മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്, അവരുടെ ബുദ്ധിമണ്ഡലങ്ങൾ അങ്ങ് തുറന്നാട്ടെ. പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും അവർക്ക് നൽകിയാട്ടെ. അപ്പാ അങ്ങ് ഇവരോട് കൂടിയിരിക്കണമേ. സ്തോത്രം. പഠന വൈകല്യങ്ങൾ മാറിപ്പോകട്ടെ. മറവികൾ മാറട്ടെ. ബുദ്ധിമണ്ഡലങ്ങൾ തുറക്കട്ടെ. നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. അവരെ പഠിപ്പിക്കുവാനുള്ളത് മാതാപിതാക്കളുടെ കരങ്ങളിൽ ഉണ്ടാകട്ടെ. സ്തോത്രം. അവർ പല മുഖങ്ങളിലേക്കും പ്രതീക്ഷയോടെ നോക്കി. തിരിയപ്പെട്ട മുഖങ്ങൾ, കഠിനപ്പെട്ട ഹൃദയങ്ങൾ, മടങ്ങപ്പെട്ട കരങ്ങൾ അപ്പാ ഇറങ്ങി നിൽക്കണമേ കർത്താവ്. ആ ലോണുകൾ ലഭിക്കട്ടെ. അഡ്മിഷനുകൾ ലഭിക്കട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. മത്സര പരീക്ഷകൾ എഴുതുന്നവർ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. പല രാജ്യങ്ങളിലേക്കും കടന്നു പോകുവാൻ തക്കവണ്ണം നല്ല റിസൾട്ടുകൾ ഇവർക്കുണ്ടാകട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. സ്തോത്രം. ജോലികൾ ലഭിക്കട്ടെ. വിദേശത്ത് പെട്ടുപോയവർ വിടുവിക്കപ്പെടട്ടെ. വിദ്യാഭ്യാസത്തിനായി കടന്നുപോയി പെട്ടുപോയവർ, പകുതി വഴിയിൽ വിദ്യാഭ്യാസം സ്റ്റോപ്പായിരിക്കുന്നവർ, അതിന് പൂർത്തീകരണം ഉണ്ടാകട്ടെ. കുടുംബജീവിതങ്ങൾ പണിയപ്പെടട്ടെ. എല്ലാ ഡിവോഴ്സുകളും മാറിപ്പോകട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. കുടുംബങ്ങളെ തകർത്ത് കളയുന്ന എല്ലാ വെല്ലുവിളികളും അഴിഞ്ഞു മാറട്ടെ. യേശോപ്പാ ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. താങ്ക് ഗോഡ്. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരും പ്രാർത്ഥിച്ച്. സ്തോത്രം. മദ്യപാന വ്യഭിചാര വെറുക്കൂത്തുകൾ മാറിപ്പോകുക. മക്കളിൽ നിന്ന്, ഭർത്താക്കന്മാരിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് യേശുവിൻ നാമത്തിൽ വിട്ടുപോകട്ടെ. സ്വന്തം ഭവനങ്ങൾ, വാടക വീടുകളിൽ നിന്ന് നിരാശ മാറുക. സ്വന്തം ഭവനങ്ങളെ കർത്താവ് തരിക. ആ വസ്തു കച്ചവടം നടക്കുക. വാങ്ങലുകൾ നടക്കുക. വാഹനങ്ങൾ വാങ്ങുക. ആത്മീയ ഭൗതിക ജീവിതം പണിയപ്പെടുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടുക. ആമേൻ, ആമേൻ, ആമേൻ. വിസ പ്രോബ്ലങ്ങൾ മാറുക. താങ്ക് ഗോഡ്. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഇറങ്ങി നിന്നും ഇവരെ അങ്ങ് വിടുവിച്ച് പുറത്തു കൊണ്ടുവരുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ അടുത്ത ആഴ്ച ഇതേ സമയം നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിന് നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.